ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ ചായ കുടിക്കണ വരെയാണല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പുലിയുടെ ഷേപ്പുള്ള ഒരു പാറ അങ്ങടാണ് കേട്ടോ പോയത്. അപ്പോൾ പോകണം വഴിക്ക് ഫുള്ള് കുറച്ച് കയറ്റം ഇതൊക്കെയാണ്. എന്നാലും നമ്മൾ വണ്ടിയിൽ ജീപ്പിലും നല്ല പോയത്, നടന്ന് തന്നെ പോയി. കാരണം രാവിലെ പോയി അത്ര ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിരുന്നില്ല, ഒരു നോർമൽ നടത്താനുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ മലയുടെ മുകളിലേക്കാണ് കേട്ടോ രാവിലെ 3:30 എണീറ്റിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതായിരുന്നു നമ്മുടെ ടെൻറ്റ്, അതിൻ്റെ ഫ്രണ്ട് എന്നുള്ള അടിപൊളിയായിരുന്നു. സത്യത്തിൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. രാവിലെയാണ് നമ്മൾ കാണണത് മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ പാക്കൊക്കെ ചെയ്തിറങ്ങി. പിന്നെ നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ യു ഷേപ്പ് വേണം കേട്ടോ, ഫുള്ള് ഇറങ്ങി താഴെ എത്താൻ. പിന്നെ അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ജീപ്പ് പിന്നെ ഫുള്ളായി. നമ്മളതുപോലെ ആദ്യമൊക്കെ ഈ നോർമൽ വഴി കൂടെ വന്നിറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഈ കല്ലുംകെട്ടായിട്ടുള്ള വഴിയായിരുന്നു. ഫുള്ള് പൊന്തിയും ചെരിഞ്ഞും താന്നും. ഉള്ളിലിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലക്ക് അങ്ങടിടിക്കും, ഇങ്ങടിടിക്കും, മേലിടിക്കും, അങ്ങനെ ഫുള്ള് പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു സ്ഥലത്തെത്തി. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടോ. അപ്പോൾ അവരെന്നെ കൂട്ടാണ്ട് ആദ്യം തന്നെ നടന്നു പോയി. കാരണം ഞാൻ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വൈകി. അപ്പോൾ ഞാൻ പിന്നാലെ വേഗം അവരുടെ ഓടിച്ച് എന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ താഴത്തെ എത്തിയിട്ടോ. താഴത്തെ എത്തി കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്താ നോർമൽ നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറ്റി അങ്ങനെ നമ്മൾ റിട്ടേൺ പോകുന്നു. അപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങി. സത്യത്തിൽ 12:30 മണിക്കായും ഈ ഫുള്ള് മല കയറിയിട്ടൊക്കെ എല്ലാവർക്കും ശരിക്കും നല്ല വിശപ്പായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് കയറിയിട്ട്. പക്ഷെ എന്തോ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഊണാണ് കഴിച്ചത്, പക്ഷേ അത്ര കൂടെ ഒരു സുഖം തോന്നിയില്ല ഊണ് കഴിച്ചിട്ട്. അങ്ങനെ നമ്മളെ ഡെയിലി 1-2 സ്ഥലത്തൊക്കെ നിർത്തി പൈനാപ്പിളും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ മേടിച്ച് കഴിച്ചു. പ്രത്യേകിച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. മര്യാദയ്ക്ക് ആ സമയത്ത് അവിടെ ഊണ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയിൽ പിന്നെയും നിർത്തി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ചധികം മാങ്ങ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയിൽ വണ്ടി നിർത്തുക, മാങ്ങ ഉപ്പും മുളകും കൂടി കഴിക്കുക, തന്നെയായിരുന്നു പണി. അത് കഴിഞ്ഞ് നമ്മൾ പോരണ വയ്ക്കായിരുന്നു കേട്ടോ, മറ്റേ ഇരവിക്കുളം നാഷണൽ പാർക്ക്. പക്ഷെ ഉള്ളിൽ കയറാനല്ലാണ്ട് നമുക്ക് ടൈം കിട്ടിയില്ല, കാരണം നമ്മൾ വൈകുമായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ കയറി അങ്ങനെ പോകുന്നു. പിന്നെ ഇടയിലൊന്ന് നിർത്തി ചായയും ബജ്ജിയൊക്കെ കഴിച്ചു, അങ്ങനെ പോകുന്നു. അപ്പോഴേക്കും പിന്നെ ഇരുട്ടായി. പിന്നെ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. കാരണം അപ്പോഴേക്കും നല്ല ടൈമായി കേട്ടോ, ഒരു 7:30-8 മണി അങ്ങനെ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ കാടിൻ്റെ നടുവിലെത്തിയപ്പോൾ നല്ല ബ്ലോക്ക്. എനിക്കങ്ങനെ പേടിയായിരുന്നു, വല്ല പുലിയൊക്കെ ചാടി വരിക പോകുന്നു, അതുപോലെ ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മുടെ ഇടയിൽ പോയിരുന്ന വഴിക്ക് ഇടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ പോന്നു, റിട്ടേൺ എത്തി. കാറൊക്കെ എടുത്ത് നമ്മൾ റിട്ടേൺ വീട്ടിൽ പോകുന്നുണ്ട്. ഒരു 3:30-4 മണി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നാളെ പ്രത്യേകിച്ച് ജോലിക്ക് പോകണം. പക്ഷെ എന്നാലും അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുളുക്കുമല മൂന്നാർ പോയ വിശേഷം ഉണ്ടായിരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ ബൈ.